തിരിച്ചു കൊടുത്തു. തമിഴ് അറിയാൻ വണ്ണാ ചെയ്തില്ലേ? അതല്ലേ വെച്ചേ, തമിഴ് തെരിയും വണ്ണാ ചെയ്തല്ലേ? അതെ 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 അതെ. എന്ത് സ്പോർട്സ് എവിടെ? സ്പോൺസേർഡ് പോയി. ഉള്ളത് ചാലിയത്താണ്. ഒരു മാസം മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് ചാലിയത്ത് വന്നിരുന്നെങ്കിലും അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചാലിയം അതിമനോഹരമായ ഒരു സ്ഥലമാണ്. കൂടെ നമ്മുടെ ഷാജിയേട്ടനുണ്ട്, തരക്ക്, അതെ, അങ്ങനെ 3 കിങ്സ്. ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ട് സൗകര്യമുണ്ട്, അതുപോലെ എന്താ ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. ധസനി പനി ധഗമ പപ്പ ഗമ പനി നി സാ സാ പനി സരി പമ ഗഗ മപ്പ പമരി നി പനി മാരി നി ധ ഗമ പപ മ പനി നി പനി സരി ആ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു മൈനാകം കടലിൽ നിന്നുയരുന്നുവോ. അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇതാണ് പാത്തുമാൻ്റെ ആട്. ഇതാ പാത്തുമാൻ്റെ അത് ശരിയായിരുന്നല്ലോ. അറിയാവുന്നതുപോലെ ഇത് ചാലിയാറാണ്, അക്കരെ ബേപ്പൂരാണ്, ഇത് ചാലിയാർ. അങ്ങ് വയനാട്ടിലെ പുത്തുമല, ഉരുൾപൊട്ടമുണ്ടായ പുത്തുമലയിൽ നിന്നുള്ള വെള്ളം വരെ വയനാട് ജില്ലയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ ചാലിയാറായി മാറി. ഇവിടെ ചാലിയത്ത്, ചാലിയം അഴിമുഖത്ത് കടലിലേക്ക് ചേരുന്നു. കാവ്യഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിനത്തിൻ്റെ ദീർഘമായ ഓട്ടത്തിന് ശേഷം ഒന്ന് കടലിൽ മുങ്ങിക്കുളിച്ച് ഒന്ന് മയങ്ങുന്നതിന് വേണ്ടി സൂര്യഭഗവാൻ ഒരുങ്ങി നിൽക്കുക. ഇപ്പോൾ സൂര്യന് ഒരു ഇളം ചുവപ്പ് നിറമാണ്. കുറച്ച് കഴിയുമ്പം സൂര്യഭഗവാന്റെ മുഖം മാറും, മുഖം തുടുക്കും. ഈ ബേപ്പൂരിലൂടെ, ഈ ചാലിയത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഓർമ്മ പോകുന്നത് ഒരു 25 വർഷം മുമ്പ്, കൃത്യം പറഞ്ഞാൽ 1988 കാലഘട്ടം. 5 വർഷം മുമ്പാണെന്ന് കൃത്യം പറയാൻ പറ്റില്ല. ഇയർ പറഞ്ഞാൽ 1988 90 കാലഘട്ടം എന്ന് പറയാം. അന്ന് ദേവരി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമായിരുന്നു. വൈകുന്നേരങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടുന്ന് ബസ് കയറി, സിറ്റി ബസ് കയറും, നേരെ കോഴിക്കോട് ടൗണിൽ വന്നിറങ്ങി. ടൗണിൽ നിന്ന് സിറ്റി ബസ്സിൽ കയറി ബേപ്പൂർ ഇറങ്ങി. അന്ന് ഇവിടെ വള്ളമാണ്, ഈ കറുത്തൊന്നും ഇതില്ല, ഞങ്ങൾക്കായിട്ട് ഓർമ്മ എനിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇവിടെ ചൂടുമരങ്ങളുള്ള വിജനമായ ഒറ്റ ആളുണ്ടാവില്ല. ഞങ്ങൾ കുറച്ച് പേര് വിജനമായുള്ള ആൾക്കാരും ആരും ഉണ്ടാവും, വള്ളം കുറച്ച് പേര് മാത്രം, മുക്കന്മാർ മാത്രമുള്ള വിജനമായൊരു സ്ഥലമായിരുന്നു ചാലിയം. ആ ചാലിയാണിപ്പോൾ ഇത്രയും മനോഹരമായി മാറിയിരിക്കുന്നത്. ശരിക്കും അത്ഭുതകരം എന്ന് വേണം പറയാം. അതാ ഫിഷിംഗ് ബോട്ടുകൾ കടലിൽ നിന്നും അല്ലേ മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. നമ്മൾ ഈ ബേപ്പൂർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആരെയാ? യെസ്, അത് തന്നെ. വൈക്കം മുഹമ്മദ് ബഷീറിനെ മറന്നുള്ള ഒരു ബേപ്പൂരില്ല. അതാണല്ലോ. ഇത് സമീപകാലത്താണ് ചാലിയത്തെ മനോഹരമായിട്ട് മാറ്റിയെന്ന് പറയാം. പക്ഷെ ഒരുപക്ഷെ കോഴിക്കോട് ബീച്ചിൽ തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ശരിക്കും ഇവിടെ സൺസെറ്റുകൾ വളരെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കുട്ടിക്കാലത്തിൻ്റെ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ നിറയൗവനത്തിൻ്റെ കാലത്തെ
സ്വപ്നഭൂമിയായിരുന്നു പറയാം. അതെന്താ ഷാജിയേട്ടാ അപ്പോൾ അത് ആ കാണുന്നത്? റഡാ ഇത് അതെ അതെ ഇത് ശരിക്കും ചാലിയം ലൈറ്റ് ഹൗസ് ആണ്. ഓ അതായിരിക്കും അല്ലേ. ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണത്. ഉള്ളിലേക്ക് പ്രവേശനമില്ല. പിന്നെ ഇത് ഹോസ്റ്റൽ ഏരിയ അല്ലേ? ശരിക്കും ബേപ്പൂർ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഇവിടുത്തെ ഒരു ഇതല്ലേ, എന്താണ് പറയുന്നത്, അഴിമുഖമായിരുന്നു. അഴിമുഖം മനസ്സിൽ നമ്മുടെ പഴയ മിനി തുറമുഖമായിരുന്നു. ഒരു പക്ഷേ കൊച്ചി തുറമുഖത്തിന് പ്രാധാന്യം വരുന്നതിന് മുമ്പ് ഈ കാപ്പാടും ഈ ബേപ്പൂരുമാണ് ശരിക്കും മലബാർ ഏരിയയിൽ ശരിക്കും എന്താ പറയുക ഉണ്ടായിരുന്നു. അതായത് ഷാജിയേട്ടാ എൻ്റെ ഓർമ്മ വരട്ടെ, ഞാൻ ദേവരിപ്പടിക്ക് 88-കളിൽ ഇതിലൊക്കെ ഇങ്ങനെ ഇവിടെ ഉരുക്കം ഉണ്ടായിരുന്നു. ഉണ്ടോ? ഉരുക്ക് നിർമ്മിക്കുന്നത്, അതായത് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഉരുക്കൽ എന്താ പറയുക നിർമ്മിച്ചിരുന്ന സ്ഥലമാണ്. എന്നിട്ട് എന്താ പഴയ കപ്പൽ ഓർമ്മയില്ലേ? ഉരുക്കൽ മീൻസ് ചങ്ങാടമല്ല, സാധാ കപ്പലല്ല, തടി കൊണ്ടുണ്ടാക്കുന്ന ഭയങ്കര രസമാണ്. തടികൾ കൊണ്ടുണ്ടാക്കുന്ന കപ്പൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് അത് നീറ്റിറക്കി വരുന്നു. അതൊരു നല്ല ഓർമ്മ എനിക്കുള്ളത്. അന്നത്തെ കാലത്ത് നല്ല, അതുപോലെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് എന്താ പറയുക, താഴെ കുറച്ച് പാകിയ സ്ഥലം ഏതാ? അത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥലമാണ്. അങ്ങോട്ട് അതിക്രമിച്ച് കിടക്കരുതെന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് എവിടെ കയറാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ് കിടക്കുന്ന പോലെ വ്യത്യസ്തമായ നിർമ്മാണ ഘട്ടത്തിലുള്ള ഉരുക്കൽ ഇവിടെ ഉണ്ടായിരുന്നു. ഉരുക്കൽ എന്ന് പറയുന്നതാണ് കപ്പലുകൾ തന്നെ, മരക്കപ്പലുകൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്നാണ് ലക്ഷദ്വീപിലേക്ക് അന്നും ഇന്നും ഇവിടെ നിന്നായിരുന്നു ഉരുക്കളിൽ ലക്ഷദ്വീപിലേക്കുള്ള ഇന്നും അതെ. അതായത് എന്താ പറയുക, ലക്ഷദ്വീപിലെ ഏറ്റവും അടുത്ത കരപ്രദേശം. ഡിഫറെൻറ്റ് ഷിപ്പ് ബിൽഡിങ്സ്, ഷിപ്പ് ബിൽഡിംഗ് എന്നാണ്. അതായത് അപ്പോൾ ഇത് നമ്മുടെ സായുധ സേനയുടെ പ്രദേശമാണ്. അപ്പോൾ അതായത് എന്താ പറയുക, ലക്ഷദ്വീപിൽ നിന്നും കേരളത്തോട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രദേശം ബേപ്പൂരാണ്. ഇവിടുന്നാണ് ശരിക്കും ബേപ്പൂരുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ലക്ഷദ്വീപുമായിട്ട് ബന്ധം ഏറ്റവും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം കൊച്ചിയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോഴും ഇവിടുന്ന് അല്ലല്ല, ഇപ്പോഴും കവർത്തിയിലേക്കുള്ള ഫുഡ് ഗ്രെയിൻസൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂരുമായിട്ടാണ് ലക്ഷദ്വീപുകാർക്കൊരു പൊക്കിൾക്കൊടി ബന്ധമുള്ളത് പറയാം. അങ്ങനെയാണ്. ലക്ഷദ്വീപ് നമ്മൾ പോയപ്പോൾ അവിടെയുള്ള പലരും പറയുന്നതാണ്, അവർ ചെറുപ്പകാലത്ത് വന്നിട്ട് അതാ അക്കരെ ബേപ്പൂര് അഴിമുഖം. നമ്മൾ അഴിമുഖത്തുനിന്ന് പയ്യെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടേ നേരെ ഇവിടെ ബോച്ചാട് ഒരു പോസ്റ്റ് കാണാം. ഇത് നേരെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാണ്. ശരി, ഇതാണ് പുതിയതായി ഡെവലപ്പ് ചെയ്ത ചാലിയം ബീച്ച് എന്ന് പറയാം. അതിമനോഹരമാണിത്. നമ്മളൊരു പക്ഷേ എന്താ പറയുക, ഗോവയിലൊക്കെ എത്തിയ അതേ ഫീലുള്ള ഒരു മനോഹരമായി സെറ്റ് ചെയ്യുന്ന സ്ഥലം. ഒരു ശരിക്കും കൂടെ നോക്കും, ഒരു പെരുന്നാൾ സ്ഥലത്ത് പോയ ആളുണ്ട് ഇവിടെ ഇപ്പം. അതും സമയം 6-6:15 ഉള്ളൂ. സമയം വൈകുന്നോറും ആൾക്കാരുടെ എണ്ണം കൂടും. എന്ത് രസമെന്ന് നോക്കിയ സ്ഥലം അല്ലേ. ഞങ്ങൾ കഴിഞ്ഞ നോമ്പുകാലത്ത് വരുമ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ലായിരുന്നു, വളരെ വിജനമായിരുന്നു. ഇപ്പോൾ നോക്കൂ, നിറയെ ആൾക്കാരാണ്. അപ്പോൾ വീണ്ടും പഴയ കാലത്തിലേക്കൊന്നും പോകാത്ത വയ്യ. ഈ ബീച്ചിൽ അന്ന് ആകെ ഉണ്ടായിരുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുക വളരെ കുറച്ച് ഞങ്ങളവിടുത്തെ ആൾക്കാരും കുറച്ച് ചൂളമരങ്ങളും, ഈ ബീച്ചിൽ കുറച്ച് ചൂളമരങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അതുകൂടാതെ അവിടെ എന്താ ഇവിടെ ഒരു പ്രത്യേകത, ഈ തീരത്ത്, ഈ മണൽ തീരത്ത് മണലിനേക്കാൾ കൂടുതൽ ശംഖുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരുന്നു. ഈ എന്താ പറയുക, കുഞ്ഞ് ശംഖുകൾ ഇഷ്ടം പോലെ കാണാമായിരുന്നു. ഇപ്പോൾ ഒന്നുപോലും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. ആരൊക്കെ വെറുക്കൊണ്ട് പോയെന്ന് തോന്നുന്നു. അന്ന് ഇവിടെ വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു ശംഖുകൾ ഇങ്ങനെ നിരന്ന് കിടക്കും. അത് ഇങ്ങനെ കുറേ വെറുക്കൊണ്ട് വീട്ടിൽ പോകും. അന്നത്തെ ഒരു കുതൂഹലമായിരുന്നത്. ഇന്നിപ്പോൾ മണലുണ്ട്, എന്തെങ്കിലും ശംഖുകളുടെ പൊട്ടുകൾ ഇപ്പോൾ കിടപ്പുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം. ഈ മണൽത്തരികൾക്കൊപ്പം പൊടിഞ്ഞു പോയ ശംഖുകളുടെ പൊട്ടും പൊടിയും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് കണ്ടോ, ചെറുതായിട്ട് കുഞ്ഞു കക്കകളുണ്ട്. ശംഖില്ല, കക്കകളുണ്ട് ഇഷ്ടം പോലെ. കുഞ്ഞു കക്കകൾ. ഇവിടെ കുതിരപ്പുറത്ത് കയറുന്നതിന് വേണ്ടി കുതിരക്കാരനും കുതിരയും ആവശ്യമുള്ളതൊക്കെ ഒന്ന് കയറാം. ഷാജിയേട്ടാ ഒന്ന് കയറുന്നോ? യെസ് ഷാജിയേട്ടാ ഒന്ന് കയറുന്നു. ഒരു അല്ല, നിങ്ങൾ കയറിയോ?
സൂര്യൻ അസ്തമിക്കാനായിട്ടില്ല. സൂര്യൻ്റെ കിരണങ്ങളങ്ങനെ അറബിക്കടലിൻ്റെ തീരത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു നല്ലൊരു ഇരിക്കുണ്ട്. ഇരിക്കിനകത്ത് എൻ്റെ ഭാര്യ ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളത് വിട്ടുകൊടുത്തില്ല മോനെ. യെസ് നോർമൽ ആ വീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ടിൻ മണികയിലൊരു കുലമലരിന ചൊടിതളിലൊരാവേശം മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ. എത്ര മനോഹരമാണെന്നറിയുമോ ചാരിയത്തെ ഈ സന്ധ്യ. ഓക്കെ, എത്ര രസമാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേതോ ഒരു രാജ്യത്ത് പോയ, ഒരു വിദേശ രാജ്യത്ത് പോയ അതേ ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. ബീച്ചിലേക്ക് ഇറങ്ങല്ലേ, അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ഇനിയും വൈകിയാൽ നമുക്ക് സൂര്യാസ്തമയം കാണാൻ കഴിയില്ല. ബീച്ച് വരുന്ന ഇപ്പോഴും സൂര്യാസ്തമയം കാണാനല്ലേ. അവിടെ ബീച്ചിൽ കടൽ തീരത്തേക്ക് നമ്മൾ ഇറങ്ങുന്നു. അവിടെ അല്പം കാർമേഘത്തിൽ മൂടി നിൽക്കുകയാണ് നമ്മുടെ സൂര്യഭഗവാൻ. നോക്കൂ, എത്ര ബ്യൂട്ടിഫുള്ളാണല്ലേ ഓരോ സൂര്യാസ്തമയവും. പ്രകൃതി എന്തെല്ലാം അത്ഭുതകരമായ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ കുഴപ്പം നമ്മളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കുഴപ്പം. ഇതൊന്നും കാണാതെ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണ് തുറന്നാൽ കാണാനായിട്ട് എന്തെല്ലാം കാഴ്ചകളുള്ളത്, മനോഹരമായ കാഴ്ചകളുള്ളത്. അപ്പോൾ ഇതൊന്നും കാണാതെ നമ്മളിങ്ങനെ ഓടി നടക്കും. സൂര്യൻ അങ്ങനെ അസ്തമിച്ചിരിക്കുന്നു. അങ്ങനെ താഴ്ന്നു പോവുക മേഘത്തിനുള്ളിലേക്ക്. അപ്പോൾ ആ സമയത്തിൻ്റെ തൊട്ടടുത്ത് മറുദിക്കിൽ ഒരു ഉദയം നടക്കുന്നുണ്ട്. നോക്കൂ, സൂര്യൻ പോയാലും അത്യാവശ്യം നന്മയുടെ വെളിച്ചം തരാൻ നമ്മുടെ ഈ ചന്ദ്രഭഗവാന് മതിയല്ലോ. ശാന്തസുന്ദരമായ ഒരു പ്രകൃതിയും ചുറ്റുവട്ടവും. പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് സൂര്യഭഗവാൻ അങ്ങ് കുളിക്കാൻ വേണ്ടി നമ്മൾ നീരാടാൻ ഇറങ്ങുന്നു. ഇവിടെ കടൽ തീരത്ത് എന്തൊക്കെയോ അല്ലേ, എന്തെല്ലാം ജീവിതഭാരങ്ങളും താങ്ങി വന്ന ഒരു ജനത. എല്ലാവർക്കുമുണ്ട് അവരുടെ ദുഃഖങ്ങളും ബാധ്യതകളും സങ്കടങ്ങളും. അതിനെയൊക്കെ നിന്ന് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അലിയിച്ച് കളയുന്നതിന് വേണ്ടി പ്രകൃതിയുടെ ഈ മടിത്തട്ടിൽ ഈ കടൽക്കാറ്റേറ്റ് ആനന്ദിക്കുന്നതിനോട് എവിടെ നിന്നൊക്കെ ഓടിയെത്തിയ ജനസമൂഹം. അപ്പോൾ അവരെ ഇങ്ങനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രഭഗവാൻ. നമ്മളിതുള്ളത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ തന്നെയോ. ഒരു കാര്യം ശരിയാണ്, സംഭവമൊക്കെ വളരെ മനോഹരമാണ്, ബീച്ചുമാണ്, ഒക്കെയുണ്ട്. പക്ഷെ നമ്മുടെ നാടിൻ്റെ ആ മുഖച്ഛായ ആയിട്ടുള്ള വൃത്തിയില്ലായ്മ ഒന്ന് നോക്ക്. അതുകൂടെ പറയാൻ പറ്റുമല്ലോ. ശരിയായിരിക്കാം, പക്ഷേ ദിനം പ്രതി രാവിലെ വൈകിട്ടും ഈ ബീച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടാവാം. മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. ബേസിക്കലി പുറത്ത് ലിറ്റർ അല്ല ഒരു കടൽ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് കഷ്ണമോ ഒരു പേപ്പറിൻ്റെ കഷ്ണമോ ഇടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ, ഓരോ വ്യക്തിയും ഉറപ്പിച്ചാൽ ഈ ബീച്ചും ഈ ചുറ്റോട്ടവും എത്ര വൃത്തിയുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ളത് എല്ലാം ഉണ്ട്, പ്രകൃതിയുണ്ട്, ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇല്ലാത്ത ഒന്നും മാത്രമേ ഉള്ളൂ, നമ്മുടെ സാമൂഹിക ശുചിത്വമില്ലായ്മ. ഭാര്യ ഇങ്ങനെ കാറ്റുകൊണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നു. നോക്കി ഒരുത്തി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ജനങ്ങളിൽ നല്ല ശതമാനവും സൂര്യാസ്തമയം കണ്ടതിന് ശേഷം മടങ്ങി പോകാനുള്ള തിടുക്കത്തിലാണ്. ഞങ്ങളേറെ വൈകി വന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഇരുന്നിട്ട് പോകാമെന്ന് കരുതുക. ചേച്ചി മക്കളെത്തി അയ്യോ, നിങ്ങൾ വെള്ളം ഇറങ്ങിയില്ലേ? ആ
തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും അമ്പര നടയിൽ. തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും അമ്പര നടയിൽ. തൊഴുതുവലം വച്ച് തുളസി കതിർ വച്ച് കളഭമണിയുന്നു പൂനിലാവ്. കളഭമണിയുന്നു പൂനിലാവ്. താനാദിന്ദിന്ദാരദിന്ദിന്ദാരദിന്ദിന്ദാരദരദരദിന്ദിന്ദാരദിന്ദിന്ദാരദിന്ദിന്ദാരദ താനാദിന്ദിന്ദാരദിന്ദിന്ദാരദിന്ദിന്ദാരദരദരദിന്ദിന്ദാരദ. അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയില് മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. താനാ തിന്തിന്താന 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 തനന തിന്തിന്താന തിന്തിന്താന തിന്താന തിന്തിന്താന തിന്തിന്താന തനന തനന തിന്തിന്താന തിന്തിന്താന. തിരിയിട്ടു കൊളുത്തിയൊരായിരം വിളക്കുകൾ എരിയും അമ്പര നടയിൽ. തിരിയിട്ടു കൊളുത്തിയൊരായിരം വിളക്കുകൾ എരിയും അമ്പര നടയിൽ. തൊഴുതുവലം വെച്ച് തുളസി കതിർ വെച്ച് കളഭമണിയും പൂനിലാവ്. കളഭമണിയും പൂനിലാവ്. അന്തിപ്പൊൻവെട്ടം കടലിലെ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. ഒരു വിമാനം പോകുന്നുണ്ട്. തുളസി കതിർ വെച്ച് കളഭമണി പൂനിലാവ്. കളഭമണി പൂനിലാവ്. സമയം 7:15. സന്ധ്യ മയങ്ങി. എൻ്റെ മൊബൈലിലെ ബാറ്ററി 20% താഴെ എത്തി. ഇത് നിൽക്കാൻ സമയമില്ല. കുട്ടികൾ പോകാൻ തിരക്കൂട്ടുന്നു. രാജേട്ടാ, അങ്ങനെ ഒരു ഈവനിങ് എങ്ങനെയുണ്ടായിരുന്നു? സന്ധ്യ മയങ്ങും നേരം വളരെ നല്ല നേരം. നമ്മളിവിടുന്ന് വിടപറയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും തിരികെ വീട്ടിലേക്ക്. ഒരു രസമുള്ള ഒരു ഞായറാഴ്ച ഈവനിങ് ഞങ്ങൾ 3 കുടുംബങ്ങൾ വന്നു. എന്താ പറയുക, കുറച്ച് നേരം 3-4 കുടുംബം ഉണ്ടായിരുന്നു. കുറച്ച് നേരം പിന്നെ കടലിൻ്റെ ബേപ്പൂരിൻ്റെ ചാലിയത്തിൻ്റെ സൗന്ദര്യത്തിൽ
അങ്ങനെ മയം മനങ്ങി അല്ല അതായത് മനം മയങ്ങിയിരുന്നു. വയസ്സായില്ലേ, പഴയപോലെ വേഴ്സ് കിട്ടുന്നില്ല. ഏതാണെങ്കിലും മറിച്ച് ചൊല്ലിയത് ഏതായാലും മോശമാക്കുന്ന ആകാഞ്ഞത് മഹാഭാഗ്യം തമ്പുരാക്കാത്തും. ഈ എന്താ പറയാ 32 നാക്കിനിടയ്ക്ക് ഒരു പല്ല് അത് തന്നെ 5-6 പല്ല് കൂടുതലുള്ള പാട്ട് പൊങ്ങി കൂടെയാ. അപ്പോൾ പിന്നെ അതൊക്കെ സംഭവിക്കാം, നാച്ചുറൽ. ജന്മനാ ചിരിക്കുന്ന ഡോക്ടർ. അതെ അതാണ് സത്യം. പല്ല് പോക്കി ആൾക്കാർ, ഞാൻ എപ്പോഴും ഇങ്ങനെ പല്ല് പോക്കി ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കരുതുന്നത് ഞാൻ ചിരിക്കുകയാണ്. അതൊക്കെ ചിരിക്കുന്നൊന്നുമല്ല. ദൈവം തമ്മിൽ ജന്മ തന്നെ പല്ലെ പൊക്കിയാണ് സൃഷ്ടിച്ചത്. ദൈവം തന്നത് ഇവരെ നമ്മളായിട്ട് മാറ്റം വരുത്തണ്ട എന്ന് കരുതി അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ആ മുല്ലപ്പല്ലുകൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ജീവിച്ചു പോകും. പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലം മിഴിയിലോ ദൈവമേ ഞാൻ മയങ്ങി മടക്കയാത്രയിലാണ്. സന്ധ്യ മയങ്ങിയെങ്കിലും ആൾക്കാരുടെ കുറവൊന്നുമില്ല. ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ നൈറ്റ് ലൈഫ് വളരെ വിശിഷ്ടമാണ് എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ല. മറ്റൊരിക്കൽ വരാം. ഒരു രാത്രി 9 മണിയോടെ വന്നിട്ട് കുറച്ച് നേരം കടൽക്കാറ്റേറ്റിരുന്ന് ഇവിടുത്തെ നൈറ്റ് ലൈഫിനെ ഒന്ന് എൻജോയ് ചെയ്ത് മടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് അതിനുള്ളൊരു സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് പയ്യെ നടക്കാം. ശരിക്കും വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ തിരിച്ച് ഒരു കിലോമീറ്റർ നടക്കണം. തിരിച്ചുള്ള നടപ്പായതുകൊണ്ട് ചിലപ്പോൾ ആ 1 കിലോമീറ്റർ 3 കിലോമീറ്ററായി തോന്നും. കാരണം ഏതും നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു അംബീഷനിൽ, ആ എനർജിയിൽ നമ്മളങ്ങോട്ട് അതിലേക്കുള്ള അച്ചീവ് ചെയ്യുന്നതിനുള്ള നമ്മുടെ എഫേർട്ട് വളരെ വലുതായതുകൊണ്ട് നമ്മൾ ആ ദൂരമോ അതിൻ്റെ റിസ്ക്കോ അതിൻ്റെ വിഷമോ അറിയില്ല. പക്ഷേ തിരിച്ചുപോക്ക്, മടക്കയാത്ര അതെന്നും അല്പം ടയറിങ് ആണല്ലോ. നമുക്ക് കുട്ടികൾ കൊച്ചു വാഹനത്തിൽ ഇങ്ങനെ അവർ വണ്ടി ഓടിച്ചു പോകുന്നു. വളരെ മനോഹരമാണ് ഈ പ്രദേശം. ഇവിടുത്തെ ഈ ചെറിയ ചെറിയ കടകൾ, ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ഈ കൗണ്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റൊരു ലെവലിലേക്ക് ഈ ബീച്ചെത്തും. അങ്ങ് നമ്മൾ പുലിമുട്ടെന്നൊക്കെ പറയുന്ന നീണ്ടു കിടക്കുന്നു, കടലിലേക്ക് നീണ്ടു കിടക്കുന്ന കൽവഴികൾ, അല്ലെങ്കിൽ കല്ല് പതിച്ച അതിലിട്ട വഴികൾ നീണ്ടു കിടക്കും. എനിക്ക് തോന്നുന്നു സന്ധ്യ മയങ്ങപ്പോൾ കുറേ പേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓക്കെ, എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി സന്ധ്യ മയങ്ങി കഴിഞ്ഞപ്പോൾ, സൂര്യാസ്തമയ ശേഷം. പക്ഷേ ഇപ്പോൾ ഒരു ബീച്ചിൽ നിന്നും മടങ്ങിപ്പോകുന്നവരേക്കാൾ കൂടുതൽ പേര് ഇപ്പോൾ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, കടലിൻ്റെ പകൽ കാഴ്ചയും സന്ധ്യാക്കാഴ്ചയും കാണാൻ വന്നവർ അത് ആസ്വദിച്ച് മടങ്ങുന്നു. ചാലിയം ബീച്ചിൻ്റെ രാക്കാഴ്ചകളിൽ കാണുന്നതിന് വേണ്ടി, അതിലേക്ക് കണ്ണു തുറക്കുന്നതിന് വേണ്ടി ഉള്ള ജനം ഇങ്ങോട്ട് ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇൻ ബിറ്റ്വീൻ 2 തരം താല്പര്യം, 2 തരം പ്രകൃതിയെ ആസ്വദിക്കുന്നതിനുള്ള 2 തരം ടീമുകളുടെ മടക്കയാത്ര തുടരുന്നു. ഓഷ്യാനസ് ചാലിയം, അങ്ങനെയാണ് ഒരു പേരോടെ ഉള്ളത് കേട്ടോ, ഓഷ്യാനസ് ചാലിയം. ബേപ്പൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കെല്ലാം ഓർമ്മ വരുന്നത് ബേപ്പൂർ സുൽത്താനെയാണ്, വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ്. അങ്ങോട്ട് പോലെ അക്കരെ ബേപ്പൂർ, ഇക്കരെ ചാലിയം, നടുക്ക് 2 കരകളെ തലോടിക്കൊണ്ട് ഒഴുകുന്ന ചാലിയം.